ഹായ് എവരിവൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഏജസിൻ്റെ കംപ്ലീറ്റ് കൺസെപ്റ്റും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് ബേസിക് കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വെൻ സോൾവിങ് ഏജ് പ്രോബ്ലംസ് ജനറലി ദ ഏജ് ഓഫ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ബോത്ത് നൗ ആൻഡ് ഇൻ ദി ഫ്യൂച്ചർ ആർ കമ്പയർഡ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏജ് പ്രോബ്ലംസ് എങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയാം? രണ്ട് പീപ്പിൾസിന്റെ ഏജ് തന്നിട്ടുണ്ടാവും. അവര് പ്രസന്റിൽ ഒരു റിലേഷനിലായിരിക്കുമല്ലോ പ്രസന്റ് ഏജിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിലോ പാസ്റ്റിലോ അവർക്കൊരു റിലേഷൻ ഉണ്ടാവും. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദീസ് പ്രോബ്ലംസ് ഈസ് യൂഷ്വലി ടു ഫൈൻഡ് ഈച്ച് സബ്ജക്ട്സ് കറന്റ് ഏജ്. അപ്പോൾ പ്രസന്റ് ഏജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ചോദിക്കുക കോമൺ ആയിട്ട്. പിന്നെ നമുക്ക് കീ ടേംസ് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്? പ്രസന്റ് ഏജ്, അതായത് ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ കറന്റ് ഏജ് എത്രയാണോ അത്. ഇപ്പോൾ എൻ്റെ വയസ്സ് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 എൻ്റെ പ്രസന്റ് ഏജ്. അതേപോലെ തന്നെ പാസ്റ്റ് ഏജ് ഉണ്ടാവും. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഏജ്. അതായത് ഇപ്പം 2 വർഷം മുന്നേ എൻ്റെ ഏജ് ഇത്രയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പാസ്റ്റ് ഏജ് ആണ്. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ്? 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ഏജ് ഇത്രയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്താണ്? ഫ്യൂച്ചർ ഏജ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബേസിക് കൺസെപ്റ്റിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? കീ ഫോർമുലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കി നോക്ക്. ഏജ് ഡിഫറൻസ് റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. 2 സഹോദരങ്ങൾ, അവരുടെ ഏജിന്റെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആൾ എ എന്ന് എടുക്കാം, രണ്ടാമത്തെ ആൾ ബി എന്ന് എടുക്കാം. അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 10 വർഷമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രസന്റിലുള്ള ഏജാണ്. ഫ്യൂച്ചറിൽ എത്രയായിരിക്കും വരിക? അതായത് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഏജിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? 10 തന്നെയേ വരുള്ളൂ. അത് നമുക്ക് ലോജിക്കലി ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പാസ്റ്റിലേക്കാണെങ്കിലും ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഏജ് ഡിഫറൻസ് എത്രയാണ് വരിക? സെയിം തന്നെയായിരിക്കും. അതായത് ഇവിടെ 10 അല്ല കൊടുത്തുള്ളൂ, അപ്പോൾ 10 തന്നെയായിരിക്കും 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഏജിന്റെ ഡിഫറൻസ്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഈ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കി നോക്കാം. ഇഫ് ദി പ്രസന്റ് ഏജ് ഈസ് എക്സ് ആഫ്റ്റർ n ഇയേഴ്സ് ദ ഏജ് വിൽ ബി എക്സ് പ്ലസ് n. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? ഒരാളുടെ പ്രസന്റ് ഏജ് എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു n വർഷങ്ങൾ കഴിഞ്ഞിട്ട് എത്രയായിരിക്കും അവരുടെ ഏജ് വരിക? ആ എക്സിൻ്റെ കൂടെ എന്നെ ആഡ് ചെയ്താൽ മതി. അതായത് ഇപ്പം എൻ്റെ പ്രസന്റ് ഏജ് ഞാൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ ഏജ് എത്രയാണ് വരിക? 30 + 2, അപ്പോൾ 32 എന്ന് പറയാലോ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റത്തെ പോയിന്റ് നോക്കി നോക്കാം. എന്താണ്? ഇഫ് ദ പ്രസന്റ് ഏജ് ഈസ് എക്സ് n ഇയേഴ്സ് എഗോ ദ ഏജ് വാസ് എക്സ് മൈനസ് n. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? ഒരാളുടെ പ്രസന്റ് ഏജ് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ n വർഷങ്ങൾക്ക് മുന്നേ എത്രയാണ് ഏജ് വരിക? എക്സ് മൈനസ് n. ഇപ്പോൾ എൻ്റെ പ്രസന്റ് ഏജ് ഞാൻ 30 എന്ന് എടുത്തു. അപ്പോൾ 30 നിന്ന് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 30 നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് വരിക? 28. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ലോജിക്കലി ഒന്ന് ആലോചിച്ചിട്ട് കിട്ടുന്ന കൺസെപ്റ്റ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? എത്ര ടൈപ്പ് ഏജ് പ്രോബ്ലംസ് ഉണ്ട് എന്ന്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പ്രസന്റ് ഏജ്. അപ്പോൾ നമ്മുടെ പ്രസന്റ് ഏജുകൾ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഏജ്, കഴിഞ്ഞുപോയ ഏജിന്റെ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെന്താണ്? പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ഏജ്, ഫ്യൂച്ചറിലുള്ള ഏജിന്റെ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെന്താണ് വരുന്നത്? രണ്ടാളുടെ ഏജ് നമുക്ക് റേഷ്യോ ആയിട്ട് തന്നിട്ടുണ്ടാവും. അത് പ്രോബ്ലംസ് വിത്ത് ഏജ് റേഷ്യോ. ഇപ്പോൾ രണ്ടാളുടെ ഏജ് തന്നിട്ട് അതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ റേഷ്യോ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് സോൾവിങ് ടെക്നിക്സ് ആണ്. സോൾവിങ് ടെക്നിക്സിൽ ഫസ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? റീഡിങ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്?
ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഐഡന്റിഫൈ ദ കീ വാല്യൂസ്, അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താണ്, ആ കീ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം, സെറ്റിംഗ് അപ്പ് ഇക്വേഷൻസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇനി നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അത് സോൾവ് ചെയ്താൽ മതി ആ ഇക്വേഷൻ വെച്ചിട്ട്. ഇത്രയുമാണ് നമ്മളൊരു ഏജ് പ്രോബ്ലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, എ പേഴ്സൺ ഈസ് 5 years ഓൾഡർ ദാൻ ഹിസ് സിസ്റ്റർ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, ഒരാള് ഒരു പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് പി എന്ന് പറഞ്ഞെടുക്കാം. അയാൾ എന്താണ്, സിസ്റ്ററിനെയും കാട്ടും 5 വയസ്സ് മൂത്തതാണ്. അപ്പോൾ സിസ്റ്ററിനെ നമുക്ക് എസ് എന്ന് പറഞ്ഞെടുക്കാം. ആ പേഴ്സണ് എന്താണ്, സിസ്റ്ററിനെയും കാട്ടും 5 വയസ്സ് കൂടുതലാണല്ലോ. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ 5 ആഡ് ചെയ്യണം. ഇനി നമുക്ക് എന്താണ് അടുത്ത നോക്കി നോക്കാം. ഇഫ് ദി സം ഓഫ് ദെയർ ഏജസ് ഈസ് 25, ഫൈൻഡ് ദെയർ ഏജസ്. അവരുടെ ഏജിന്റെ സം എത്രയാണ്, 25 എന്ന് പറഞ്ഞ് തന്നു. അപ്പൊ എന്താണ്, പി പ്ലസ് എസ് എന്ന് പറയുമ്പം 25. നമുക്ക് ഇനി എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അവരുടെ ഏജസ്, അതായത് പിന്റെയും എസിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്, പിന്റെ വാല്യൂ അറിയാം. രണ്ടാമത്തേൽ പിന്റെ വാല്യൂ കൊടുത്താൽ മതി. പിന്റെ വാല്യൂ എത്രയാണ്, എസ് പ്ലസ് 5 എന്നല്ലേ. അപ്പോൾ എസ് പ്ലസ് 5 എടുത്തിട്ട് പ്ലസ് എസ്, അപ്പോൾ 25 വരും. ഇനി നമുക്ക് എസ് എസും ആഡ് ചെയ്യുമ്പോൾ 2s വരും, പിന്നെ ഒരു 5 ഉണ്ടല്ലോ, പിന്നെ 25 ഉണ്ടാവും ഇവിടെ. അപ്പോൾ 2s, ഇവിടുത്തെ 5 അങ്ങോട്ട് പോകുമ്പോൾ -5 ആവുമല്ലോ. അപ്പോൾ 25 5 പോയിട്ടുണ്ടെങ്കിൽ 20. അപ്പോൾ എസിന്റെ വാല്യൂ എത്രയാണ് വരിക, 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 10. എസിന്റെ വാല്യൂ നമുക്ക് കിട്ടി 10. അതായത് സിസ്റ്ററിന്റെ പ്രായം 10 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ പേഴ്സന്റെ പ്രായം എത്രയാണ് വരിക, 5 വയസ്സ് കൂടുതലാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ 10 + 5 15. പേഴ്സന്റെ പ്രായം 15 വരും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞുള്ളത്, ദി ഫാദേഴ്സ് ഏജ് ഈസ് 3 times ദ ഏജ് ഓഫ് ഹിസ് സൺ. അതായത് അച്ഛന്റെ പ്രായം സണ്ണിന്റെ 3 ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞു കൊടുക്കാം ഫാദറിനെ. അതെത്രയാണ്, 3 ഇരട്ടിയാണ്. ആരുടെ, സണ്ണിന്റെ. അപ്പൊ നമുക്ക് സണ്ണിന് എസ് എന്ന് കൊടുക്കാലോ. അപ്പൊ 3s എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ എന്താണ് പറഞ്ഞുള്ളത്, ആഫ്റ്റർ 5 years their ടോട്ടൽ ഏജ് വിൽ ബി 70. 5 വർഷം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 5 years, 5 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എന്താവും, ആദ്യത്തെ വർഷം എഫ് ആണ് ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എത്രയാണ് വരിക, എഫ് പ്ലസ് 5 വരും. അതേപോലെ തന്നെ സണ്ണിന്റെ ഏജ് എന്ന് പറയുമ്പോൾ എസ് ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എസ് പ്ലസ് 5 വരും. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ സമ്മ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 70 വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ് പ്ലസ് 5ഉം എസ് പ്ലസ് 5ഉം ആഡ് ചെയ്യാം. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 70. പിന്നെന്ത് കാര്യമാണ് ഇവിടെ നോക്കാനുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു ടേമിലേക്ക് ഇത് മാറ്റണം. എസിന്റെ എഫിന്റെ ടേമിലേക്ക് മാറ്റണം. നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക, എഫിന് വാല്യൂ കൊടുക്കാം. എഫിന്റെ വാല്യൂ നമുക്കറിയാം 3s എന്ന്. അത് നമുക്കിവിടെ കൊടുത്താലോ. അപ്പോൾ എഫിന്റെ സ്ഥാനത്ത് 3s വരും, പിന്നെ 5 ഉണ്ടാവും, പിന്നെ എസ് പ്ലസ് ഒരു 5 ഉണ്ടാവും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3s പ്ലസ് എസ് എന്ന് പറയുമ്പോൾ 4s, പിന്നെ 5 + 5 എന്ന് പറയുമ്പോൾ 10 ഈക്വൽ ടു 70 ആണ് വരുന്നത്. ഇപ്പൊ ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ -10 ആവുമല്ലോ. അപ്പോൾ 4s ഈസ് ഈക്വൽ ടു 70 - 10 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ എസിന്റെ വാല്യൂ എത്രയാണ് വരിക, 60 ഡിവൈഡഡ് ബൈ
4 അല്ലേ? അപ്പൊ നമുക്ക് 60/4 ചെയ്യാം. 60/4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 20ന് 4 എത്ര വട്ടം പോവും? 5 വട്ടം പോകൂലേ? അപ്പോൾ 15 നമുക്ക് കിട്ടുക. അപ്പോൾ എസിന്റെ വാല്യൂ എത്രയാണ്? 15. അതായത് സണ്ണിന്റെ പ്രായം 15. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ പ്രായം എത്രയാണ് വരിക? 15ന്റെ 3 ഇരട്ടിയല്ലേ വരിക? 15ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 45. അപ്പോൾ ഫാദറിന്റെ പ്രായം നമുക്ക് കിട്ടി. എത്രയാണ്? 45. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അടുത്തതൊരു അഡ്വാൻസ്ഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. എ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ബി. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? എ എന്ന് പറയുമ്പോൾ ബിന്റെ 2 ഇരട്ടിയാണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? 5 years ago, 5 വർഷം മുന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്റെ പ്രായം എന്താവും? എ -5 എന്നാവും. ബിന്റെ പ്രായോ? ബി -5 എന്നാവും. 5 വർഷം മുന്നേ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സം ഓഫ് ദെയർ ഏജസ് വാസ് 40. 5 വർഷം മുന്നേ അവരുടെ ഏജിന്റെ സം എത്രയാണ് വരുന്നത്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഏജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം. എ -5 പ്ലസ് ബി -5 എത്രയാണ് വരുന്നത്? 40 ആണ് വരുന്നത്. അപ്പം നമുക്കിവിടെ എന്റെ വാല്യൂ അറിയാം. എന്താണ്? 2b എന്ന്. അപ്പം നമുക്കത് ഇവിടെ കൊടുക്കാം. 2b -5 പ്ലസ് ബി -5. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാലോ. ഇവിടെ 2b ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പോൾ എത്രയാണ്? 3b ആയാലോ. പിന്നെ -5ഉം -5ഉം ആഡ് ചെയ്യുമ്പോൾ -10 വരും. അപ്പം എത്രയാണ്? അത് 40. പിന്നെ 3bന്റെ വാല്യൂ എത്രയാണ് വരിക? 50 വരും. അങ്ങനെയാണെങ്കിൽ ബിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 50/3. 50/3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1 3 3, 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18. 18 പിന്നെ 20 വരും, 6 വരും. പിന്നെ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 7 ആയിട്ട് എടുക്കാം. അപ്പോൾ 16.67 വരിക. എന്തിന്റെ വാല്യൂ? ബിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? 16.67ന്റെ 2 ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ എത്രയാണ് വരിക? (33.34) വരും. അപ്പോൾ നമുക്ക് എന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 33.34. അതേപോലെ തന്നെ ബിന്റെ വാല്യൂ എത്രയാണ്? 16.67. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏജസിന്റെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.